സ്കൂളിൽ ചെന്നിട്ട് എനിക്കും കുട്ടിക്കും ഒക്കെ ചീത്ത കിട്ടും. നേരം വൈകി ചെന്നിട്ട് അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ശരിയായി ഗൈസ്. അതായത് പിക്മി നമ്പർ കിട്ടി. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. സാധനം ഇടുന്നു, ഉപ്പിടുന്നു, മുളകിടുന്നു, ഇത്രയൊക്കെ തന്നെയുള്ള പരിപാടി. നമ്മുടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണി കഴിഞ്ഞ മട്ടാണ്. അത് ഇവിടെ അറിഞ്ഞിട്ടില്ല കയറിയതേ. കൈ കട്ടിയിട്ട് ഞാൻ ബൈക്ക് നിർത്തി. അത് പിന്നിൽ വന്ന് കയറി. ഇതിനുശേഷം കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വാകുട്ടി അമ്മയല്ല കേട്ടോ, നമ്മുടെ പിന്നിൽ വേറൊരാളിരിക്കുന്നുണ്ട്. ആരാ 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 ആരാ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങാം കേട്ടോ. ഒറ്റയ്ക്ക് ഡ്രസ് ഇട്ടു, ഇപ്പൊ സോക്സ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഈ ദോശ കഴിച്ചിട്ട് വാകുട്ടി ഇറങ്ങും അല്ലേ, പാലും കുടിച്ചിട്ട്. അച്ഛൻ വീണ്ടും ഹെൽത്ത് സെന്ററിലേക്കും പോവും, വാവുക്കുട്ടി സ്കൂളിലേക്കും പോവും. എവിടേക്കാ അച്ഛൻ പോണേ? അച്ഛന് ഹെൽത്ത് സെന്ററിൽ പോകണം. വാവുക്കുട്ടീനെ സ്കൂളിലാക്കിയിട്ട് അച്ഛൻ അങ്ങോട്ട് പോകും. അച്ഛൻ്റെ റിപ്പോർട്ട് വാങ്ങാണ്ട് ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ കൈമന്നേ ചോര കുത്തിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. വേഗിട്ടിട്ട് വന്നാട്ടെ. അപ്പം തന്നെ നോക്കിയേ, 8 മണിയായി നേരം. 8:30 ആകുമ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങണം. ഭക്ഷണം കഴിച്ച് മേക്കപ്പ് ചെയ്ത് ഇറങ്ങണം. ഇറങ്ങുമോ? എവിടെ ഇറങ്ങണല്ലേ? അച്ഛൻ്റെ കൈമ വാവുമായി. ഇതോ ഒരു റെഡ് കളർ കാണാനുണ്ടോ? ആ ഗ്ലാസിന്റെ മുകളിൽ ആയിക്കൂടെ പോവാൻ സ്ഥലമില്ലാഞ്ഞിട്ടേ, ആ ഗ്ലാസിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകണ്ടേ, അങ്ങനെ പോവാൻ സ്ഥലമില്ലാത്തോണ്ട്. ആ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ഇതെവിടെ കാണുന്നില്ലല്ലോ. ആ വാവക്കുട്ടി ഇവിടുന്ന് സോഫ ഇട്ടിട്ട് തലവണ്ടി തിരക്കി 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 അങ്ങോട്ട് തള്ളുകയാണ്. ഇന്ന് വാവക്കുട്ടിക്ക് അമ്മു ആക്കണത് എന്താണ്? ടാമറിൻ റൈസാ, പുളിസാദം. എന്താ വെച്ച് കഴിഞ്ഞാൽ പുളിസാദം, പുളി ഇട്ടിട്ടുള്ള ചോറ്. ഇവിടെ പുളിസാദം, തൈര് സാദം, തക്കാളി സാദം, ലെമൺ സാദം, സാമ്പാർ സാദം, ഇങ്ങനെ കുറച്ച് വെറൈറ്റി റൈസുകളുണ്ട്. രാമനെ കൂടെ കൂടാതെ കോസറി വലിച്ചുകൊണ്ടുപോയിട്ട് കാട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചു. മുത്തച്ഛിക്ക് വയ്യ, ഞാൻ കൊണ്ടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ടുപോയി വെച്ചു അവിടെ. ഏത് ഈ കാണണതോ? ഈശ്വര, അത്യാവശ്യം വലിപ്പുണ്ടല്ലോ അത്. അത് ഇഷ്ട പൊന്തണ്ടേ. എന്നിട്ട് മടക്കി രണ്ട് മടക്കാക്കിയിട്ട് വലിച്ചുകൊണ്ടുപോയി. ഇവിടെ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അത് മെല്ലെ മെല്ലെ വലിച്ച് ചെരിച്ച് ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവച്ചത്. അതിനോട് തന്നെ നൂല് അതിനോട് വലിച്ചെടുക്കാൻ പറഞ്ഞ നൂല് വലിച്ച് ഈ സൈഡ് കൂടെ എടുത്തില്ലേ? നീ വൈകുന്നേരം നോക്കാം, ഇപ്പൊ പറ്റില്ല, നേരമില്ല. അതുകൊണ്ടാ ആ കയറെടുത്ത് അമ്മയ്ക്ക് കൊടുത്താ. നീ ഇങ്ങനെ മുഖത്ത് വെയിലും കൊണ്ടിട്ട് പൊക്കോ. അത് പിടിച്ച് വലിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്കൂളിൽ ചെന്നിട്ട് എനിക്കും കുട്ടിക്കും ഒക്കെ ചീത്ത കിട്ടും. നേരം വൈകി ചെന്നിട്ട് ചീത്ത കിട്ടും. ഓഫീസ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനും കുട്ടിയും ചെന്നു. എന്താ വൈകിയേ? കുട്ടീൻ്റെ അടുത്ത് 4 മിനിറ്റ്. നേരത്തെ കറക്റ്റ് സമയത്തിന് വരണം. 8:40 വരണം. മാക്സിമം ഏറി പോയാൽ 8:45 ഇവിടെ എത്തണം. ഇപ്പം ഇന്ന് ചെന്നത് ഇവിടുന്ന് ഇറങ്ങിയത് 8:45 അപ്പോൾ അതുകൊണ്ട് ചീത്ത പറഞ്ഞു. വാകുട്ടിക്ക് ഇപ്പോൾ അതൊരു പാടായിട്ടുണ്ടാവും. നമ്മുടെ ഫേവറേറ്റ് ദോശമാവ് എന്ന് പറയുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ നേരേക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കലാണ് നമ്മുടെ പണി. ഇതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് നേരേക്ക് എടുക്കും. നമ്മൾ മെയിനായിട്ട് ദോശ ഉണ്ടാക്കുന്നത് ഈ സാധനം വെച്ചിട്ടാണ്, പ്രോട്ടീനുള്ള സാധനം വെച്ചിട്ടാണ്. അരി ഗോതമ്പും കൊണ്ട് ദോശ വളരെ കുറവാണ്. ഞാൻ ഉപയോഗിക്കാറില്ല. കുട്ടിക്ക് അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഇഷ്ടം അതായതുകൊണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീനും കൊടുക്കും. ഇപ്പം അമ്മനും അമ്മയ്ക്കൊക്കെ പ്രോട്ടീൻ ഇഷ്ടമാണ്. കുട്ടീനെ കൊണ്ട് തീറ്റിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ കോവിലിൽ എന്തോ ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇത്, പരിപാടികളാണ്. പാട്ടൊക്കെ കേൾക്കാനുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്, എന്തോ ഉത്സവമാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തി, ഹെൽത്ത് സെന്ററിൽ ഈ ഫയലൊക്കെ കൊടുത്തിട്ട് റിപ്പോർട്ട് വാങ്ങിയിട്ട് പോകണം. അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ശരിയായി ഗൈസ്. അതായത് പിക്മി നമ്പർ കിട്ടി. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. 1-1.5 നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അതിനൊരു തീരുമാനമായി. പോയി നമ്പർ എഴുതി വാങ്ങിച്ച് പോന്നു. ഇനി കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഇനി തടസ്സമില്ല. എല്ലാം കൃത്യമായിട്ട് ആ സമയത്തിന് കാര്യങ്ങൾ നടക്കും. ഇനി പ്രൊസീജിയറുകളൊന്നും ഇത് കാരണം വൈകില്ല. നെല്ലിക്ക നേരെ ഇന്നലെ നുറുക്കി വെച്ചതാണ്, അത് വീടേറ്റി കളയണ്ട. ആ സാധനം ഉണ്ടല്ലോ അല്ലേ? അച്ചാറുണ്ടാക്കണതിൻ്റെ വീഡിയോ നമ്മൾ ഒരു വട്ടം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ഇട്ടിട്ട് കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം.
അച്ചാർ ഉണ്ടാക്കാൻ നേരത്താണ് നോക്കണത്. കടുക് ഇല്ലല്ലോ, കടുക് തീർന്നല്ലോ. ഇനിയിപ്പോൾ കടുക് വാങ്ങണം. കടുക് ഇല്ലാണ്ട് അച്ചാർ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങോട്ട് കടയ്ക്ക് പോന്നു. ആളെ കാണില്ല. ഇപ്പോൾ വരും. കടുകും ജീരകവും ഉലുവി സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. തണുക്കാൻ വെച്ചിരിക്കുകയാണ് ഫാനിൻ്റെ ചുവട്ടിൽ. ഇനി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അതിനെ കുറിച്ച് നമ്മൾ എണ്ണ ഒഴിക്കുന്നു, സാധനം ഇടുന്നു, ഉപ്പിടുന്നു, മുളകിടുന്നു. ഇത്രയൊക്കെ തന്നെയുള്ള പരിപാടി. ഈ സാധനം നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫൈനലി ആഡ് ചെയ്യണം. അത്രയുള്ള പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണി കഴിഞ്ഞ മട്ടാണ്. നെല്ലിക്ക അച്ചാർ അത് നമ്മൾ കല്ലുപ്പൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാലേ നല്ല രസം ഉണ്ടാവും. സാധ്യതല്ലോ അല്ലേ? ഉപ്പുണ്ട്, മുളകുണ്ട്, ഒക്കെ കറക്റ്റ് ആയില്ലേ? എങ്ങനെയുണ്ട്? വെന്തണ്ടോ? വെന്തണ്ടോ അല്ലേ? കുറേ നേരമായില്ലേ? നല്ല രസമുണ്ട്. എന്താ കുളി കഴിഞ്ഞോ? കഴിക്കാൻ വേണ്ടി വന്നതാ? ഞാൻ കുറച്ച് എൻ്റെ AC ഇട്ടു. എൻ്റെ അവസ്ഥ നോക്ക്, കുളിച്ചിട്ട് വന്നതാണ്. ശ്വാസം മുട്ടുണ്ട്. എനിക്ക് വയ്യ, തീരെ വയ്യ. ഈ മഴ എപ്പോഴാ തുടങ്ങാച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ഇന്ന് ഭയങ്കര നെട്ടിക്കുന്ന കണ്ടന്റാണ് കണ്ടത്. ഗ്ലോബൽ വാർമിംഗ്. എൻ്റെ പേര് ലിഗ്നോവോ, എൻ്റെ പേരെന്തോ പറഞ്ഞു. എന്താണ് എന്തോ ഒരു പേര് ലിനോവോ എന്തോ ഒരു പേരാണ്, ഓർമ്മ കിട്ടുന്നില്ല. അത് കാരണം ഭയങ്കര വരൾച്ചയാത്ര വരാൻ പോണത്. ഇനി വരുന്നതിൽ ഭയങ്കര ഹീറ്റ് വേവ് അധികമാവുന്നു. ഹീറ്റ് വേവ് സ്റ്റാർട്ടായി ഒരുപാട് പേര് മരിച്ചു തരാം. ഇപ്പം യൂറോപ്പിൽ മരിച്ചല്ലോ. അപ്പം അതേപോലെ ഇവിടെയും തുടങ്ങാൻ പോകുന്നുണ്ട് ഇത്ര. അപ്പോൾ നമ്മൾ ഹീറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അല്ലാത്തവർ പോകുന്നു. പ്രായമായവരൊക്കെ ഒരുപാട് പേര് ആപത്താത്ര. പ്രായമായവർക്ക് ഹീറ്റ് സഹിക്കാൻ വയ്യാതെ. അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയോ? നെല്ലിക്കച്ചാറ് 1.5 കിലോ. വായിൽ വെച്ചിട്ട് പറയണേ ഷാട്ടുണ്ടോ ഇല്ലയോന്ന്. നെല്ലിക്ക അത്രയും നല്ലതാത്ര. നാളെ എന്താ കൊടുത്തയക്കുക, എന്താ ഉണ്ടാക്കുക, ഇത് ആലോചിച്ച് തന്നെ എൻ്റെ ഇത് പോകുമല്ലോ. അത് മത്തങ്ങയോട് ഒരു ഉപ്പേരി, ടാമറിൻ റൈസാണ്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ അച്ചാറായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അത് വായിൽ വെച്ച് അതാണ് എനിക്ക് കാണേണ്ടത്, അറിയേണ്ടത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായി. എമ്മി എമ്മിയാ? കുട്ടികൾക്ക് കൊടുത്ത നക്കും, പക്ഷെ കഷ്ണം കഴിക്കില്ല. കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് അധികമായി കളർ ഇത്തിരി കൂടിയെന്ന് അമ്മ പറയണത്. കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഈ കളർ കണ്ടിട്ട്. നല്ല ഭംഗി. എരിവ് നല്ല ഉണ്ടെന്ന് തോന്നും, പക്ഷെ അത്ര എരിവൊന്നും ഇല്ല. എനിക്കിഷ്ടമായി കേട്ടോ. അപ്പൊ നീ പണി നോക്കട്ടെ. പോയി കൊണ്ടുവരാൻ നേരമായി. ഉള്ള പണിക്കുന്ന നേരമില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നോക്കിയേ, മഴക്കാറില്ല, വെയിലില്ല, മഴക്കാറാ. മഴ പെയ്യുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും നല്ല മൂടി കെട്ടി നിൽക്കണ. സുഖമായിട്ട് പോയാലേ പോയി വന്നാൽ കൂട്ടി അങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും. എന്തൊരു കിടങ്ങറിയോ അതിനെ കൊണ്ട് പോകാൻ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാ. അവിടെ ആ തുണി എവിടെയാ നോക്കട്ടെ. അത് തര കെട്ടേണ്ടി വരും ഈ സാധനത്തിന്റെ. അതിനെ അര കെട്ടേണ്ടി വരും. ഇത് ഉറങ്ങണേ. ഒരു ഷാൾ എടുത്തിട്ടേ ഞാൻ എന്റെ അരയിൽ അവളുടെ അരയും കൂടി കെട്ടുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. എന്തിനെ? അപ്പൊ ഉള്ളിലേക്ക് കേറ് വാ. അതിനുള്ളിൽ പോയിന്നോ? അവിടെ വാ. അവിടെ അതിനുള്ളിൽ പോയിന്നോ? AC ഓടണില്ലല്ലോ, തണുപ്പില്ലല്ലോ. കുഞ്ഞാണിയോട് ഇറങ്ങി പോരാൻ കഴിച്ചപ്പോ മഴ പറ അതല്ലേ, അങ്ങനെ കാത്തിരിക്കായിരുന്നു അല്ലേ കുഞ്ഞാണിനെ കൊള്ളാൻ വേണ്ടിട്ട്. മഴ കൊള്ളാൻ പോണു അമ്മയെ കാണാൻ. ഏറ്റവും നേരായി ഞങ്ങളുടെ അമ്മയെ കണ്ടിട്ട് ഓടണോക്കാം. അപ്പൊ നമ്മളാരും വേണ്ടേ, നമ്മളാരും വേണ്ട. അതന്നെ ഇങ്ങോട്ട് വരട്ടവള്. ഇങ്ങോട്ട് വാ. പോയി നിങ്ങൾക്ക് കാണണം. നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നോക്കിയേ, ഗംഭീര മഴ.
ഞങ്ങളിവിടെ കടക്കുന്നത് കാത്തിട്ടായിരുന്നു മഴ തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ കടന്നതും നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചെന്നമെന്നെ പെയ്യണത്? മഴ പെയ്തില്ലേ? മേലെ കിടക്കണ തുണിയോ ഉണങ്ങിയോ? നല്ല ഉണങ്ങിയുണ്ടാവും. പോയൊക്കെ ഉണങ്ങിയേക്കൊന്നു വട്ടി പോലെ ഒക്കെ ഉണ്ടാവും തുണി. അതന്നെ കഞ്ഞി നാളെ കൊണ്ടാൽ മതി. ഇപ്പൊ ഇനി മഴയൊക്കെ പോയി കഞ്ഞിയൊന്നും ഉണ്ടാവില്ല. തുണിയൊന്നും എടുക്കാന്നില്ലേ? ക്ലൈമറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് പറയാമെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഞാൻ പുറത്തായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ മഴ പെയ്യുന്ന വിചാരിച്ചോ? പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമറ്റ്? മൂടി കെട്ടിയിട്ട് രാവിലെ തൊട്ട് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? തുണി മൊത്തം നന്നില്ലേ? അതിനിപ്പോ കാറ്റുകൊണ്ട് ഉണങ്ങിക്കോളും, പ്രശ്നമില്ല. നല്ല കാറ്റടിക്കണ സ്ഥലല്ലേ ഇവിടെ. അപ്പൊ എടുത്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഇവിടെ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. ഇയാളുടെ ഫുൾ ഫയലുകൾ റെഡിയായി. ഇയാളുടെ ഫോണിലേക്കോ എൻ്റെ ഫോണിലേക്കോ ഒരു OTP വരും. അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നോ നാളെ ആയിട്ട് പ്രതീക്ഷിക്കാന്നാണ് അമ്മ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക, ഓർമ്മപ്പെടുത്തുക. അപ്പൊ അമ്മ അവിടെ നെറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ സമയത്ത് ആ സാധനം വരുമായിരിക്കും. എന്തോ രാവിലെ ബൈക്കിൽ കയറോ ചേച്ചി വന്നോന്നോ ഇവിടെ ഉമ്മ വെച്ചോന്നോ? ആരത്? ഉമ്മ വെച്ചോ? അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഫ്ലൈങ് കേസ് കൊടുത്തിട്ടുണ്ടാവും. ആരത്? ആരാണാവോ? ഇവിടുന്ന് പോകുമ്പോ തന്നെ ആ കടേന്റെ അവിടുന്ന് മാവാരിക്കണേന്റെ കടേന്റെ അവിടുന്ന് കയറിയതാണ് ഏതോ ഒരു ചേച്ചി. ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് അവിടെ നിൽക്കണോടത്ത് ഇരുട്ടാ. എന്നിട്ട് എന്താ അത് റെയിൽവേ സ്റ്റേഷന്റെ അങ്ങോട്ടാക്കിയിട്ട് ഞാൻ പോയി എന്തോ വാങ്ങിക്കണത്ര സാധനം ഇട്ട് എനിക്കൊരു ഉമ്മ തന്നു. അത് ഇവിടെ അറിഞ്ഞിട്ടില്ല കയറിയതേ. കൈ കട്ടിയിട്ട് ഞാൻ ബൈക്ക് നിർത്തി. അത് പിന്നിൽ വന്ന് കയറി. അതിനുശേഷം കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വാകുട്ടി അമ്മയല്ല കേട്ടോ, നമ്മുടെ പിന്നിൽ വേറൊരാളിരിക്കുന്നുണ്ട്. ആരാ 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 ആരാ? എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഓള് ഒരു തിരിയലുണ്ട്. എല്ലാം കഴുത്ത് തിരിയലില്ല, ഉമ്മയ്ക്ക് തിരിഞ്ഞിരിക്കില്ല. എന്നിട്ട് തിരിഞ്ഞ് എന്നിട്ടൊന്നും കാണില്ല. എന്നിട്ട് ഓള് ഇങ്ങനെ കാലിന്റെ പിന്നിൽ കൂടെ നോക്കുകയാണ്. തല ഇങ്ങനെ താത്തിയിട്ട് അയ്യോ എന്നിട്ട് കണ്ടുപിടിച്ചു ആളെ. എന്നിട്ട് മനസമാധാനം ഇല്ലാതെ ഇരിക്കുക. അത് ആരാന്ന് മുഖം ശരിക്കും കാണുന്നില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാം, ആരാ ഈ മുതല്, ഏതാ ഈ അമ്മമ്മ, ഏതാ ഈ ആന്റി. പ്രായമുണ്ട് അല്ലേ? അമ്മമ്മയുടെ പ്രായമല്ലേ? ഉണ്ടേ, ഉണ്ടാവും. ഒരു സമാധാനം വന്നില്ല. എനിക്ക് അല്ലെങ്കിൽ സമാധാനക്കേടില്ല. അവള് പറഞ്ഞെന്ന് ചോദിച്ചതാ. പിന്നെ എന്തോ ഒരു സമാധാനം അങ്ങനൊന്നുമില്ല. ഉണ്ടല്ലോ, നോക്ക് നോക്കവിടെ നോക്കൂല്ലേ? അവിടെ കണ്ണാടി ഉണ്ടല്ലോ വലുത്. ഞങ്ങക്ക് ബുദ്ധി ഉണ്ട്. ഗൈസ്, ഇനി ഇവർക്ക് രണ്ടാക്കും ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. വൈകുന്നേരം 5:45 നേരം. ഫസ്റ്റ് ഡിന്നറിന് സമയമായി. 8-9 മണിയാകുമ്പോഴേക്ക് സെക്കൻഡ് ഡിന്നർ ആവും. അപ്പം അതിനു മുമ്പ് ഇത് തീർക്കണം. ഞാനിത് വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സത്യം പറയാലോ. അതിന്റെ പണിയിലായിരുന്നു. യെസ് ബേബി, എന്തത് നെറ്റത്തൊക്കെ വെച്ച് തേച്ചോണ്ട്? അതെന്താ വ്ളോഗ് എടുക്കണ്ടാത്ത? എന്ത് പറ്റി? പയ്യേ പാവ പാട്ട് കേട്ടോ, ചെറിയ സൗണ്ട് വെച്ചാ മതി. ചെറുതായിട്ട് വെച്ചോ, കുഴപ്പമില്ല. ഭയങ്കര സൗണ്ടിൽ വെക്കണ്ട വെച്ചാ മതി. എന്താ സംഭവം മനസ്സിലായോ? ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പാവ ഓഫ് ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് വിഷമം. ഞാൻ എടുക്കാന്ന് നിങ്ങളെന്തിനാ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോണ്? ഞാൻ എടുത്ത് താഴത്തേക്ക് വെച്ചേരില്ലേ? ഇവിടെ വാവക്കുട്ടിക്കുള്ള പേരക്ക നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവൾക്ക് ഈസി ആയിട്ട് കടിച്ച് മുറിച്ച് തിന്നാൻ പറ്റും. അമ്മുവിനുള്ളത് പിന്നെ റോ ആയിട്ട് 2 കഷ്ണം മുറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ച് തിന്നോളും. കുട്ടി അങ്ങനെയല്ലല്ലോ. അച്ചോടോ വായനെ ട്യൂഷൻ എടുത്തിട്ടോ ഹോംവർക്ക് ചെയ്യിച്ചിട്ടോ? ഹോംവർക്ക് അല്ല, പരീക്ഷ പഠിപ്പിച്ചിട്ട് വന്ന് എന്തായാലും ചെയ്തു തന്നൂടെ? ഇങ്ങനെ കുത്തിയിരിക്കുക. എനിക്ക് വയ്യാട്ടോ ഇരിക്കാൻ, ഭയങ്കര പെയിന്. റെസ്റ്റ് എടുക്കുന്നാല് അടിവാനും എനിക്കുണ്ട്, ബാക്കും എനിക്കുണ്ട്. എന്താ ചെയ്യാ പറ? ട്യൂഷന് അത് പിന്നെ അവളോട് ഇടാൻ പറഞ്ഞു. ഡൗട്ട്സ് മൊത്തം ക്ലാരിഫിക്കേഷൻ ഉള്ളു. അത് പിന്നെ അത്രയും സ്ട്രെയിൻ ഇല്ല. ഹൗ ഇവളെ പഠിപ്പിച്ച് എഴുതിപ്പിച്ച്. ശരി വാ, 9 നേരത്തെ കിടക്കണം, നേരത്തെ നീക്കണം, നേരത്തെ സ്കൂളിൽ പോണം കേട്ടോ. ഇന്ന് കേട്ടല്ലോ, ആവശ്യത്തിന് ചീത്ത കേട്ടല്ലോ. ആ കറസ്പോണ്ടന്റിന്റെ വായിൽ നിന്ന് അത്യാവശ്യം ചീത്ത കേട്ടല്ലോ. വേറെ ആർ യു ഗോയിങ്? എന്താ സ്റ്റാപ്പിട്ടിട്ട് വേഗം വരാത്തതെന്നൊക്കെ ചോദിച്ചില്ലേ? നാളെ കറക്റ്റ് സമയത്തിന് പൊക്കോ, അല്ലെങ്കിൽ അവനെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കും അല്ലേ? അപ്പോൾ നാളെ നേരത്തെ പോകണം. അച്ഛൻ 6 മണിക്ക് വിളിക്കും. സോ നേരത്തെ കിടന്നുറങ്ങിക്കോണം. വാവക്കുട്ടീനെ അവളുടെ അമ്മമ്മ വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ്, സംസാരിക്കുക. ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ഹണിയാണിത്. ഹണി
ആ കുട്ടിക്ക് ദോശയ്ക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. ചമ്മന്തി പൊടി അല്ലെങ്കിൽ കൂട്ടാൻ തോന്നും ഇല്ലെങ്കിൽ ഹണി കൊടുക്കുകയാണെങ്കിൽ പാവക്കുട്ടി കഴിച്ചോളും. അവൾക്ക് ഹണി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ നമുക്കാണല്ലോ, വലിയ ആൾക്കാർക്കാണല്ലോ ഈ പറയുന്ന ചട്ടണി, സാമ്പാർ ഇതിനോടൊക്കെ പ്രിയം ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് മധുരം, സ്വീറ്റ് ആയിട്ടുള്ള എന്ത് സാധനം എന്തിന്റെ കൂടെ കൊടുത്താലും കഴിച്ചോളും. ഇതാണ് സാധനം. വേഗം ആവട്ടെ കേട്ടോ, പിന്നെ സംസാരിക്കാം. വേഗം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മാജിക് കാണിക്കല്ല. തെമ്പില്ല, പിന്നെ ഇങ്ങോട്ട് വരൂ. എന്താണ് ഇയാളുടെ കണ്ണട നല്ല രസമുണ്ട്. ഇയാൾക്ക് കണ്ണട സ്ഥിരമായിട്ട് വെച്ചുകൂടെ? എന്തിനാ കഷ്ടപ്പെട്ട് ലെൻസ് ഇടുന്നത്? എനിക്ക് ലെൻസാ ഇഷ്ടം. എന്തേ കണ്ണട ലുക്ക്? ആ, നല്ലൊരു ടീച്ചർ വൈബ് കിട്ടുന്നുണ്ട്. ഈ ടീച്ചർമാർക്ക് കണ്ണട വെച്ചിട്ട് ഇങ്ങനെ നോക്കുമല്ലേ, ഇങ്ങനെ താത്തി വെച്ചിട്ട് പറയും കണ്ണടയൊക്കെ ബുദ്ധിജീവിയായി തോന്നൂത്ര. ബുദ്ധിജീവിയായോ? അങ്ങനെ തോന്നുന്നുണ്ട് കണ്ണട ഇട്ടാല്. ആ, അങ്ങനെയെങ്കിലും തോന്നട്ടെ. ഇഷ്ടമല്ല അവിടെ തന്നെ അച്ഛനെ വീഡിയോ കോളിൽ ചീത്തറുണ്ടാക്കാം മുത്തച്ഛനെ അമ്മേനെ അവിടെ. വേഗം ആവട്ടെ കേട്ടോ, ഒന്ന് കിടക്കണം വേഗം. നാട്ട് നീക്കണം, സങ്കടമുണ്ട് ആലോചിക്കുമ്പോ തന്നെ. ഇത് നാച്ചുറലി ചൂടാവണം. ഞാൻ ചട്ടി വെച്ചോ, വേഗം ആവും. അതായി പറയാൻ തന്നെ. ഞാൻ എന്താ മാജിക്കാ കാണിക്കുന്നത്? ചിത്തുമണി ഡിന്നർ കഴിച്ചോ? അതോ ഹണി മാത്രമാണോ കഴിച്ചേ, ദോശ മാത്രമാണോ കഴിച്ചേ? ഫുള്ള് കഴിച്ചു. ഫുള്ള് കഴിച്ചോ? വാവ്. എടുക്കല്ലേ വയ്യേ, അത് ടയർഡായിട്ടിരിക്കുക. കോണി കറി വന്നിട്ട് നമുക്കെന്നാ വീഡിയോ എൻഡ് ചെയ്യാം. നോക്കണ്ട കഴിച്ചു വന്നു. നമ്മള് തുടങ്ങാൻ പോവാണ്. നാളേക്ക് എനിക്ക് സ്കൂളുണ്ട്, എക്സാമാണ്. ഓ, വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ള വീണ്ടും കണ്ടുമുട്ടാം. ബൈ.